നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. കൊടുമൺ പോറ്റിയും ഗുണക്കേവിലെ മഞ്ഞുമൽ പിള്ളേരും സച്ചിൻ എന്ന കാമുകനും കൂട്ടരും ചേർന്നപ്പോൾ മലയാള സിനിമ ഫെബ്രുവരിയിൽ മാത്രം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് 200 കോടിയോളം രൂപ. കോവിഡ് കാലത്ത് മാന്ദ്യത്തിലായിരുന്ന മലയാള സിനിമയ്ക്ക് ഉണർവേകുന്നതാണ് ഈ വിജയം. 2023 ആകെ 4 സൂപ്പർ ഹിറ്റുകളാണ് പിറന്നതെങ്കിൽ 2024 2 മാസം കൊണ്ട് മലയാളത്തിന് 5 വിജയ ചിത്രങ്ങളായി. ജനുവരിയിൽ പുറത്തിറങ്ങിയ ഓസ്ലർ ഉൾപ്പെടെ. പ്രേമലു 4 ആഴ്ച കൊണ്ട് ആഗോളതലത്തിൽ നേടിയത് 77 കോടിയാണ്. കേരളത്തിൽ നിന്ന് മാത്രം 40 കോടി കളക്ഷൻ ഉണ്ടാക്കി. മമ്മൂട്ടി നായകനായി രാഹുൽ സദാശിവൻ ഒരുക്കിയ ഹൊറർ ചിത്രം ബ്രഹ്മയുഗം 50 കോടി കടന്നു. 22-ന് റിലീസ് ചെയ്ത മഞ്ഞുമൽ ബോയ്സ് 4 ദിവസം കൊണ്ട് 36.11 കോടിയാണ് വാരിയത്. നിലവിൽ 54 കോടിയാണ് കളക്ഷൻ. ആ മാസം റിലീസ് ചെയ്ത 3 മലയാള സിനിമകൾ ആ മാസം തന്നെ ആഗോള കളക്ഷനിൽ 50 കോടി പിന്നിട്ടത് മോളിവുഡിൽ ആദ്യമാണ്. ടോവിനോയുടെ കുറ്റാന്വേഷണ ചിത്രമായ അന്വേഷിപ്പിൻ കണ്ടെത്തും 40 കോടി ആഗോള കളക്ഷൻ നേടിയതായി നിർമ്മാതാവ് ഡോൾവിൻ കുര്യാക്കോസ് പറഞ്ഞു. സൂപ്പർ ഹിറ്റായ പ്രേമലുവിൻ്റെ തെലുങ്ക് ഡബ് വെർഷൻ മാർച്ച് 8-ന് തിയേറ്ററുകളിലെത്തും. രാജമൗലിയുടെ മകൻ SS കാർത്തികയാണ് തെലുങ്കിൽ ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ 5 കഥാപാത്രങ്ങളുമായി ഭ്രമിപ്പിക്കുന്ന കഥ പറഞ്ഞെന്ന പുതുമയാണ് ബ്രഹ്മയുഗത്തിലേക്ക് യുവാക്കളെയും കുടുംബങ്ങളെയും ആകർഷിച്ചത്. നിറഞ്ഞ ചിരിയാണ് പ്രേമലുവിൻ്റെ വിജയത്തിന് പിന്നിലെങ്കിൽ സൗഹൃദവും സാഹസികതയും ഒരുമിച്ച കാഴ്ചയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ വിജയരഹസ്യം.